السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ സത്യവിശ്വാസികൾ, പഠിതാക്കൾ, മുസ്ലിങ്ങൾ പഠിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ദീനീ വിദ്യാഭ്യാസം, മതവിജ്ഞാനം അത് നേടാൻ, അത് പഠിക്കാൻ നമ്മൾ പല മാർഗങ്ങളും ഇന്ന് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. അതിൽപ്പെട്ട ഒരു സംരംഭമാണ് നമ്മൾ ദിവസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചിട്ടുള്ളത്. അല്ലാഹു തആല ഈ ഒരു സംരംഭം നിലനിർത്തുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് തക്കതായ പ്രതിഫലം നൽകുകയും ചെയ്യുമാറാകട്ടെ. നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പുസ്തകത്തിന്റെ പേര് അൽ ഉസൂലു സലാസ എന്നുള്ളതാണ്. ത്വാലിബുൽ ഇൽം പഠിച്ചിരിക്കേണ്ട, അഖീദയിൽ ഏറ്റവും ആദ്യം പഠിച്ചിരിക്കേണ്ട ഒരു ചെറിയ ഗ്രന്ഥമാണ് അൽ ഉസൂലു അസ്സലാസ. ഈ പുസ്തകത്തിന് സലാസത്തുൽ ഉസൂൽ എന്ന നിലക്കും പേര് പറയാറുണ്ട്. അൽ ഉസൂലു സലാസ എന്ന് പറയുമ്പോൾ മുറക്കബുൻ വസ്ഫി എന്ന നിലക്കും, സിഫത്ത് മൗസൂഫ് എന്ന നിലക്ക് അൽ ഉസൂലു സലാസ എന്നും ഈ ഗ്രന്ഥത്തിന് പേര് പറയാവുന്നത് ഉള്ളതുപോലെ തന്നെ മുറക്കബുൻ ഇദാഫി, സലാസത്തുൽ ഉസൂൽ മുലാഫുൻ മുലാഫുൻ ഇലൈഹി എന്ന നിലക്കും ഈ ഗ്രന്ഥത്തിന് പേര് പറയാറുണ്ട്. ഇപ്പൊ രണ്ട് രൂപത്തിലാണ് ഈ പുസ്തകത്തിന് പേര് പറയാറുള്ളത്. ഒന്ന് സലാസത്തുൽ ഉസൂൽ, അതുപോലെ തന്നെ അൽ ഉസൂലു അസ്സലാസ. അസ്ല് എന്ന പദത്തിന്റെ ബഹുവചനമാണ് ജംആണ് അൽ ഉസൂൽ. അസ്ലിന്റെ ജംആണ് ഉസൂൽ. അസ്ല് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അടിത്തറ, അടിസ്ഥാനം, അതുപോലെ തന്നെ വേര് എന്ന രൂപത്തിലൊക്കെ അതിന് അർത്ഥമുണ്ട്. പല അർത്ഥങ്ങളും അതിനുണ്ട്. ഉസൂൽ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനങ്ങൾ, അടിത്തറകൾ എന്നാണ്. അപ്പോ അൽ ഉസൂലു സലാസ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 3 അടിസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ 3 അടിസ്ഥാന തത്വങ്ങൾ എന്നൊക്കെ നമ്മൾക്ക് വേണമെങ്കിൽ അതിന് മലയാളത്തിൽ പരിഭാഷപ്പെടുത്താം.
വളരെ പ്രധാനപ്പെട്ട ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞിരിക്കൽ നിർബന്ധമായിട്ടുള്ള 3 അസ്ലുകളാണ്, 3 അടിസ്ഥാന തത്വങ്ങളാണ് യഥാർത്ഥത്തിൽ ഇതിൽ ചർച്ച ചെയ്യുന്നത്. ഒന്ന് മഅരിഫത്തുല്ലാഹ്, അള്ളാഹുവിനെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ വമഅരിഫത്തു നബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കുക. വമഅരിഫത്തു ദീനിൽ ഇസ്ലാം, ദീനുൽ ഇസ്ലാമിനെ മനസ്സിലാക്കുക. ഈ 3 തത്വമാണ് യഥാർത്ഥത്തിൽ 3 അസ്ലുകളാണ് ഈ പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്നത്. പ്രധാനമായി പല കാര്യങ്ങളും ഈ പുസ്തകത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്കത് പഠിക്കാം, മനസ്സിലാക്കാം. അൽ ഉസൂലു സലാസ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ 3 കാര്യങ്ങളാണ്. നാളെ ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഖബറിലുള്ള 3 ചോദ്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ കിതാബിലെ വിഷയം. മർ റബ്ബുക, അതുപോലെ തന്നെ വമൻ നബിയുക വമാ ദീനുക. ഈ 3 ചോദ്യങ്ങളാണ് നാളെ ഖബറിലുള്ളത്. അപ്പോ യഥാർത്ഥത്തിൽ ഖബറിൽ ഓരോ വ്യക്തിയും ചോദ്യം ചെയ്യപ്പെടുന്ന അവിടെയുള്ള 3 ചോദ്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇതുള്ളത്. അപ്പൊ ഇത് പഠിക്കലും അറിയലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നാളെ ഖബറിൽ കൃത്യമായി പ്രയാസമില്ലാതെ വളരെ എളുപ്പത്തിൽ മലക്കുകൾ ചോദിക്കുമ്പോൾ ഉത്തരം പറയണമെന്നുണ്ടെങ്കിൽ ഈ കാര്യം നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. ഈ ഗ്രന്ഥവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ധാരാളം ശർഹുകളുള്ള വിശദീകരണമുള്ള ഒരു ഗ്രന്ഥമാണ് യഥാർത്ഥത്തിൽ സലാസത്തുൽ ഉസൂൽ അൽ ഉസൂലു സലാസ എന്ന് പറഞ്ഞ ഈ ഗ്രന്ഥം. ധാരാളക്കണക്കിന് ശർഹുകൾ കാണാൻ സാധിക്കും. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ ഗ്രന്ഥത്തിന് ധാരാളം ശർഹുകൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ ദർസ് എടുത്തത് അത് പുസ്തക രൂപത്തിലുമാക്കിയിട്ടുണ്ട്. ഇന്നും ഒരുപാട് കുല്ലിയാത്തുകളിൽ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളിലൊക്കെ ധാരാളമായി പഠിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥമാണ് യഥാർത്ഥത്തിൽ അൽ ഉസൂലു സലാസ എന്ന് പറയുന്ന ഗ്രന്ഥം. പഠിക്കാൻ തുടങ്ങുന്ന ആളുകൾക്ക് അഖീദ പഠിക്കാൻ വേണ്ടി ആദ്യം പഠിക്കേണ്ട ഗ്രന്ഥം എന്ന നിലക്ക് പണ്ഡിതന്മാർ തുല്ലാബുൽ ഇൽമിനെ അവർക്ക് ഉപദേശിക്കുന്ന, അവരോട് വസിയത്ത് എന്ന നിലക്ക് പറയുന്ന കാര്യമാണ് ഈ ഗ്രന്ഥം പഠിക്കണം എന്നുള്ളത്. ഈ ഗ്രന്ഥം എഴുതിയിട്ടുള്ള ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹത്തെ കുറിച്ചുള്ള ചരിത്രം നമ്മൾ മനസ്സിലാക്കൽ നിർബന്ധമാണ്. കാരണം ഷെയ്ഖുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് ഈ ഒരു പുസ്തകത്തിലൂടെ മാത്രമല്ല മുസ്ലിം ലോകത്തിന് പരിചയമുള്ളത്. ധാരാളക്കണക്കിന് പുസ്തകങ്ങൾ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയിട്ടുണ്ട്. മുസ്ലിം ലോകത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള മഹാപണ്ഡിതനാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ചരിത്രം ചെറിയ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് ഇവിടെ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അദ്ദേഹത്തിന്റെ പേര്, പൂർണ്ണമായ പേര് നമുക്ക് ഇപ്രകാരം പറയാം: ഷെയ്ഖുൽ ഇസ്ലാം അബു അബ്ദില്ലാ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ബിൻ സുലൈമാന അത്തമീമിയു അന്നജ്ദിയു എന്ന് പറയാം. ഷെയ്ഖുൽ ഇസ്ലാം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ലഖബാണ്. അബു അബ്ദില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുനിയത്താണ്. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേരാണ്. അബ്ദുൽ വഹാബ് അദ്ദേഹത്തിന്റെ പിതാവാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഉപ്പയുടെ ഉപ്പയാണ് സുലൈമാൻ. എന്താണ് കുനിയത്ത്, എന്താണ് ലഖബ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താ? ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഹുവ ലഖ്ബുൻ. ലഖബ് എന്നുള്ളത് ഖാഫിന് സുക്കൂനായും അതുപോലെ തന്നെ ഫതഹ് ചെയ്തുകൊണ്ടും ലഖബ് എന്നും വായിക്കാം. അതൊരു സ്ഥാനപ്പേരാണ്.
يطلق على كل علامة متبحر في العلوم الشرعية الإسلامية ഇസ്ലാമിക വിജ്ഞാനത്തിൽ അങ്ങേയറ്റം പാണ്ഡിത്യമുള്ള എല്ലാവർക്കും ഉപയോഗിക്കപ്പെടുന്ന ഒരു സ്ഥാനപ്പേരാണ്, ലഖബാണ് യഥാർത്ഥത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം എന്നുള്ളത്. എന്താ പറഞ്ഞത്? ഇസ്ലാമിക അൽ ഉലൂമു ശർഇയ്യ അൽ ഇസ്ലാമിയ, ഇസ്ലാമിക വിജ്ഞാനത്തിൽ, മത വിജ്ഞാനത്തിൽ നന്നായി അറിവുള്ള അല്ലാമ മുതബഹിർ. അല്ലാമ എന്ന് പറയുന്നത് മഹാപണ്ഡിതൻ എന്നാണ്. മുതബഹിർ എന്ന് പറഞ്ഞാൽ സമുദ്രത്തോളം അറിവുള്ളവൻ എന്ന് പറഞ്ഞാൽ അത്രയും അറിവുള്ള, നന്നായി അറിവുള്ള എല്ലാ പണ്ഡിതന്മാർക്കും പ്രയോഗിക്കപ്പെടുന്ന ഒരു സ്ഥാനപ്പേരാണെന്ത്? ഷെയ്ഖുൽ ഇസ്ലാം. എന്താണ് യഥാർത്ഥത്തിൽ ലഖബ് എന്ന് പറഞ്ഞാൽ? ലഖബ് അല്ലെങ്കിൽ ലഖബ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്ഥാനപ്പേര്, അതുപോലെ തന്നെ അപരനാമം ഒക്കെ നമ്മൾ മലയാളത്തിൽ പറയാറുള്ള ലഖബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഇസ്മുൻ യുസമ്മ ബിഹിൽ ഇൻസാനു ഗൈറ ഇസ്മിഹി അൽ അവ്വൽ ലിത്തഅരീഫി അവി തശ്രീഫി അവി തഹ്ഖീർ. ഇതാണ് ലഖബിന്റെ ഒരു നിർവചനം. ഒരു മനുഷ്യന്റെ ഒന്നാമത്തെ പേരല്ലാത്ത മറ്റൊരു പേരാണത്. അവനൊരു പേരുണ്ടാകും, ആ പേരിന് പുറമെയുള്ള ഒരു പേരാണത്. എന്തിനാണ് ആ പേരുള്ളത്? ലിത്തഅരീഫ്, ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ അവി തശ്രീഫ്, ഒരാളെ പുകഴ്ത്തി പറയാൻ വേണ്ടി, ആദരിച്ചുകൊണ്ട്, അവി തഹ്ഖീർ, അല്ലെങ്കിൽ ഒരാളെ നിന്ദിച്ചുകൊണ്ട്, നിന്ദ്യത എന്ന നിലക്കോ അല്ലെങ്കിൽ ബഹുമാനിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ ഒരാളെ തരം താഴ്ത്തിക്കൊണ്ടോ, അല്ലെങ്കിൽ ഒരാളെ മനസ്സിലാക്കാൻ വേണ്ടി, പരിചയപ്പെടുത്താൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന പേരുകൾക്കാണ് എന്ത് പറയാ? അവന്റെ ഒന്നാമത്തെ പേരല്ലാത്ത മറ്റൊരു പേര്. അതൊരു പക്ഷെ എന്താ, ഒരാളെ ബഹുമാനിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു പക്ഷെ എന്ത് ചെയ്യും, അയാളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അയാളെ നിന്ദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഈ മൂന്ന് രൂപത്തിൽ എന്ത് ചെയ്യും, ഈ ലഖബുകൾ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടുമാണ് എന്ത് ഈ ലഖബ് പറഞ്ഞിട്ടുള്ളത്. അബു അബ്ദില്ല, അദ്ദേഹത്തിന്റെ ഒരു മകന്റെ പേരാണ് അബ്ദുള്ള. അതിലേക്ക് ചേർത്തിരുന്ന അബ്ദുള്ളയുടെ ഉപ്പ എന്നാണ് അതിന്റെ അർത്ഥം. ഇത്തരം പേരുകൾക്ക് എന്താ പറയാ? കുനിയത്ത് എന്നാണ് പറയാ. കുനിയത്ത് എന്നുള്ളതും അതുപോലെ തന്നെ കിനിയത്ത് എന്നും പറയാം, അതുപോലെ തന്നെ കുൻവത്ത് എന്നും പറയാം. കുൻവത്ത്, കിനിയത്ത്, കുനിയത്ത്, ഈ മൂന്ന് രൂപത്തിലും എന്ത് പറയാം? ഇത് പറയാവുന്നതാണ്. എന്താണ് കുനിയത്ത് എന്ന് പറഞ്ഞാൽ? കുനിയത്ത് എന്ന് പറഞ്ഞാൽ അത് ആ പേര് അബു കൊണ്ടോ അല്ലെങ്കിൽ ഉമ്മു കൊണ്ടോ അല്ലെങ്കിൽ അഹ് കൊണ്ടോ, ഉഖ്ത്, ഇബ്ന്, ബിൻത്ത്, അമ്മ്, അമ്മത്ത്, ഖാല്, ഖാലത്ത്, ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടൊക്കെ തുടങ്ങുന്ന പേരുകൾക്കാണ് എന്ത് പറയാ? കുനിയത്ത് എന്ന് പറയാം. അബു അബ്ദില്ല, അബു കൊണ്ട് തുടങ്ങുക. ഉമ്മു അബ്ദില്ല, ഉമ്മു കൊണ്ട് തുടങ്ങുക. അബ്ദുള്ളയുടെ വാപ്പ, അതുപോലെ തന്നെ പിന്നെ അബ്ദുള്ളയുടെ ഉപ്പ എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ഇതിന്റെ നിർവചനത്തിൽ പണ്ഡിതന്മാർ ചേർത്തി പറഞ്ഞ മറ്റൊരു കാര്യമാണ് എന്ത്? സാധാരണ ഉമ്മും അബു ആണ് എന്ത് ഇത് പ്രയോഗിക്കാറുള്ളത്. അതുപോലെ തന്നെ ഉഖ്ത്, അതുപോലെ തന്നെ അഹ്, ഇബ്ന്, ബിൻത്ത്, അമ്മ്, അമ്മത്ത്, ഖാല്, ഖാലത്ത്, അതിലൊക്കെ എന്ത് അതുകൊണ്ടൊക്കെ തുടങ്ങുന്ന പേരുകൾക്കൊക്കെ എന്ത് പറയാം? കുനിയത്ത് എന്ന് ഭാഷയിൽ പറയാം എന്നുള്ളതാണ്. അപ്പോ ലഖബല്ലാത്ത, അദ്ദേഹത്തിന്റെ സ്വന്തം ഇസ്മല്ലാത്ത ഈ അബ്, ഉമ്മ്, അതുപോലെ തന്നെ ഉഖ്ത്, ഇബ്ന് എന്നൊക്കെ പറഞ്ഞ് ചേർത്തി പറയുന്ന, സാധാരണയായി അബു ഉമ്മ് എന്നുകൊണ്ടാണ് അത് ആരംഭിക്കാറ്. ഉമ്മു അബ്ദില്ല, അബു അബ്ദില്ല, അബുൽ ഹുസൈൻ, ഉമ്മുൽ ഹുസൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങാറുള്ളത്. അത്തരം പേരുകൾക്കാണ് കുനിയത്ത് എന്ന് അറബിയിൽ പറയുക. ഇതിനും ഒരുപാട് ആദാബുകളുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതിന്റെ അദബ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സാധാരണയായി ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കുനിയത്ത് സ്വീകരിക്കുമ്പോൾ
അതിലുള്ള പൊതുവെ ഉള്ള രൂപം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഏറ്റവും വലിയ ആൺകുട്ടിയിലേക്ക് ചേർത്തിക്കൊണ്ടാണ് സാധാരണ കുഞ്ഞത്ത് സ്വീകരിക്കാറ്. ഏറ്റവും വലിയ ആൺകുട്ടി, ഒരാൾക്ക് ഒരുപാട് മക്കളുണ്ടെങ്കിൽ അതിൽ ഏറ്റവും മൂത്ത, ഏറ്റവും പ്രായം ചെന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയ ആൺകുട്ടിയിലേക്ക് ചേർത്തിക്കൊണ്ടാണ് സാധാരണ അത് പറയാറുള്ളത്. അതൊരു പൊതുവായ ഒരു രൂപമാണ്, അതാണ് സാധാരണ ഉണ്ടാകാറുള്ളത്. ഇനി മൂത്ത മകനാകണം എന്നില്ല, ഏത് മകനിലേക്കും എന്ത് ചെയ്യാ ചേർത്തി പറയാം. അതുകൊണ്ട് തന്നെ ഷെയ്ഖുൽ ഇസ്ലാമിന് അബു അബ്ദില്ല എന്നുള്ളത് പോലെ തന്നെ മറ്റൊരു കുഞ്ഞത്താണത് അബുൽ ഹുസൈൻ. അദ്ദേഹത്തിന്റെ മറ്റൊരു മകന്റെ പേരാണ് അബുൽ ഹുസൈൻ. അബുൽ ഹുസൈൻ എന്നുള്ളത് എന്താണ്? അദ്ദേഹത്തിന്റെ വേറൊരു ഹുസൈൻ എന്നുള്ളത് അദ്ദേഹത്തിന്റെ മറ്റൊരു മകനാണ്. അപ്പൊ അബുൽ ഹുസൈൻ, ഹുസൈന്റെ ഉപ്പ എന്ന അർത്ഥത്തിലും പിതാവ് എന്ന അർത്ഥത്തിലും ഷെയ്ഖുൽ ഇസ്ലാമിന് എന്തുണ്ട്? കുഞ്ഞച്ചുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, ഏത് മക്കളിലേക്ക് ചേർത്തിയും എന്ത് ചെയ്യാ അത് പറയാം. സാധാരണ ഏറ്റവും വലിയ ആൺമക്കളിലേക്ക് ചേർത്തിക്കൊണ്ടാണ് അത് പറയാറുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത്, പെൺകുട്ടികളുടെ പേരിലേക്കും എന്ത് ചെയ്യാറുണ്ട്? ചില സന്ദർഭങ്ങളിൽ പേര് ചേർത്തി പറയാറുണ്ട്. ഉദാഹരണത്തിന് അതിൽ പ്രധാനപ്പെട്ട ഉദാഹരണമാണ് അബു ഹനീഫ അൻ-നുഅ്മാൻ ഇബ്നു സാബിത്ത് അൽ കൂഫി. ഹനീഫത്ത് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ മകളുടെ പേരാണ്. അപ്പൊ ആ മകളിലേക്ക് ചേർത്തിക്കൊണ്ട് എന്ത് ചേർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ കുഞ്ഞത്ത് സ്വീകരിച്ചത്. അബു ഹനീഫത്ത അൻ-നുഅ്മാൻ ഇബ്നു സാബിത്ത് അൽ കൂഫി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ ആ രൂപത്തിൽ എന്താണ് സ്ത്രീകളിലേക്ക് ചേർത്തിക്കൊണ്ടും പറയാം. അതുപോലെ തന്നെ ഇതിലുള്ള മറ്റൊരു കാര്യമാണ്, ചില മൃഗങ്ങൾക്കും ജന്തുക്കൾക്കും അതുപോലെ തന്നെ ജമാദാത്തുകൾക്ക്, ജീവനില്ലാത്ത വസ്തുക്കൾക്കും ചില സന്ദർഭങ്ങളിൽ എന്ത് പറയാ ഈ കുനിയത്ത് ഈ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ അബുൽ ഹാരിസ്. അബുൽ ഹാരിസ് എന്ന് പറഞ്ഞാൽ ഹാരിസിന്റെ ഉപ്പ എന്നാണ് അതിന്റെ അർത്ഥമല്ല. യഥാർത്ഥത്തിൽ അബുൽ ഹാരിസ് എന്ന് പറഞ്ഞാൽ അത് സിംഹത്തിന്റെ കുനിയത്താണ്. അബുൽ ഹാരിസ് എന്ന് പറഞ്ഞാൽ അസദ് എന്നാണ് അർത്ഥം. അത് സിംഹത്തിന്റെ കുനിയത്താണ്. അപ്പൊ അങ്ങനെ മൃഗങ്ങളിലേക്കൊക്കെ ചേർത്തിക്കൊണ്ടത് പറയാറുണ്ട്. അതുപോലെ തന്നെ ജമാദാത്തുകൾക്ക്, ജീവനില്ലാത്ത വസ്തുക്കളിലൊക്കെ ഇത് ചേർത്തി പറയാറുണ്ട് എന്നുള്ള. അപ്പൊ അതൊരു വിഷയമാണ്, അത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോ ഷെയ്ഖുൽ ഇസ്ലാമിന്റെ കുനിയത്ത് എന്ന് പറഞ്ഞാൽ അത് അബു അബ്ദില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കുനിയത്ത് കൂടി അദ്ദേഹത്തിനുണ്ട്, അബുൽ ഹുസൈൻ. ഹുസൈൻ എന്നുള്ള മകനും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എത്ര മക്കളാണുള്ളത്? 6 ആൺമക്കളും 1 പെൺകുട്ടിയാണ് ആർക്കുള്ളത്? ഷെയ്ഖുൽ ഇസ്ലാമിനുള്ളത്. അബ്ദുള്ള ഇതിൽ പറഞ്ഞതുപോലെ, ഹസൻ ഉണ്ട്, ഹുസൈൻ ഉണ്ട്, അതുപോലെ തന്നെ അലി ഉണ്ട്, അതുപോലെ തന്നെ ഇബ്രാഹിം, അബ്ദുൽ അസീസ്, പിന്നെ ഒരു പെൺകുട്ടി ഫാത്തിമ. ഇങ്ങനെ 7 മക്കളാണ് ആർക്കുള്ളത്? ഷെയ്ഖുൽ ഇസ്ലാമിനുള്ളത്. അതൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വെക്കാൻ കാരണം ഒന്ന് അലി, ഫാത്തിമ, സഹാബ, വനിത, ആ രൂപത്തിൽ തന്നെ ഓർത്തു വെക്കാനും സുഖാണ്. ഇപ്പോ അലിന്റെ ഭാര്യ ശരിക്കും എന്താണ്? നമ്മള് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഫാത്തിമ. പേര് ഓർത്തു വെക്കാനുള്ള ഒരു മാർഗമാണ് എന്ത്? അലി, ഫാത്തിമ, പിന്നെ 2 മക്കൾ ഹസൻ, ഹുസൈൻ. ഇതൊക്കെ എന്താണ്? ഷെയ്ഖുൽ ഇസ്ലാമും ആ രൂപത്തിലാണ് പേരിട്ടിട്ടുള്ളത്. പിന്നെ ഇബ്രാഹിം, അതുപോലെ തന്നെ അബ്ദുൽ അസീസ്, അതുപോലെ തന്നെ എത്ര പേരായി? 6 പേര്. അബ്ദുള്ള, പിന്നെ അബ്ദുള്ള കൂടി ചേർത്ത് അങ്ങനെ 7 പേരുകളാണ് എന്തുള്ളത്? 7 മക്കളാണ് ഷെയ്ഖുൽ ഇസ്ലാമിന് ഉള്ളത്. അപ്പൊ അതിൽ അദ്ദേഹം അബ്ദുള്ള എന്ന മകനിൽ ചേർത്ത് അബു അബ്ദില്ല എന്നും അതുപോലെ ഹുസൈൻ എന്നുള്ള അബുൽ ഹുസൈൻ എന്ന നിലക്കും എന്ത് ചെയ്യാറുണ്ട്? അദ്ദേഹത്തിന്റെ കുനിയത്ത് പറയാറുണ്ട്. 1115 ഷെയ്ഖുൽ ഇസ്ലാം, ഹിജ്റ 1115 ഷെയ്ഖുൽ ഇസ്ലാം ജനിക്കുന്നത്. ولد في العيينة بالقرب من مدينة الرياض. റിയാദ് എന്ന് പറയുന്ന സൗദിയിലുള്ള പട്ടണത്തിനോട് അടുത്തുള്ള ഉയൈന എന്ന് പറയുന്ന പ്രദേശത്താണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ജനിക്കുന്നത്. അദ്ദേഹം ജനിക്കുന്നത് ഒരു പണ്ഡിത കുടുംബത്തിലാണ്. അദ്ദേഹത്തിന്റെ ഉപ്പ പണ്ഡിതനാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വലിയുപ്പ അഥവാ ഉപ്പാന്റെ ഉപ്പ സുലൈമാനും പണ്ഡിതനാണ്. അദ്ദേഹത്തെ കുറിച്ച് ഒരു ചെറിയ രൂപത്തിലൊരു ചരിത്രം പറയാണ്. അദ്ദേഹത്തിന്റെ ഉപ്പ അബ്ദുൽ വഹാബും ഒരു പണ്ഡിതനാണ്. അതുപോലെ തന്നെ സുലൈമാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഉപ്പയുടെ ഉപ്പയും ഒരു പണ്ഡിതനാണ്.
ഷെയ്ഖുൽ ഇസ്ലാമിന്റെ പഠനം എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഖുർആൻ മനഃപ്പാഠമാക്കുകയും അത് മൊത്തം സലഫുകളുടെ ഒരു അവരുടെ ചെറുപ്പത്തിൽ തന്നെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ മതവിജ്ഞാനം നേടുക എന്നുള്ളത് സലഫുകളുടെ ഒരു ഒരു സമ്പ്രദായമാണ്. എന്ന് വെച്ചാൽ പ്രത്യേകിച്ചും ഒരു പണ്ഡിത കുടുംബത്തിൽ ജനിക്കുന്ന ആളുകളൊക്കെ എന്താണ് അവരുടെ മക്കളെ എന്ത് ചെയ്യും, ചെറുപ്പത്തിൽ തന്നെ വളരെ ചെറുപ്പത്തിൽ എന്ത് ചെയ്യും, ഖുർആൻ പഠിപ്പിക്കും. ഷെയ്ഖുൽ ഇസ്ലാം അദ്ദേഹത്തിന് 10 വയസ്സാകുമ്പോഴേക്ക് എന്ത് ചെയ്തു, അദ്ദേഹം ഖുർആൻ പൂർണ്ണമായി മനഃപ്പാടാക്കി. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഉപ്പയിൽ നിന്ന് അദ്ദേഹം ഫിഖ് പഠിച്ചു. അദ്ദേഹത്തിന്റെ ആ ഫിഖ് പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കഴിവും അദ്ദേഹത്തിന്റെ ആ ഖുവ്വത്തുൽ ഹിഫ്ള് അങ്ങേയറ്റത്തെ മനഃപ്പാടാക്കാനുള്ള കഴിവൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഉപ്പ പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഉപ്പ പിതാവ് അബ്ദുൽ വഹാബ് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്ന ഒരു വചനം കാണാൻ സാധിക്കും. ലഖദ് ഇസ്തഫത്തു മിൻ വലദി മുഹമ്മദിൻ ഫവായിദ മിനൽ അഹ്കാം. എന്റെ മകൻ മുഹമ്മദിൽ നിന്ന് ഞാൻ ചില ഹുക്കുമുകൾക്കുള്ള ഫായിദകൾ ഞാൻ എന്ത് ചെയ്തു, എന്റെ മകനിൽ നിന്ന് ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ ചെറുപ്പത്തിൽ തന്നെ ഉപ്പായിൽ നിന്ന് ഫിഖ് പഠിക്കണം. അപ്പൊ ആ മകനിൽ നിന്ന് ബാപ്പ പറയാം, ഞാൻ ലഖദ് ഇസ്തഫത്തു മിൻ വലദി, എന്റെ മകൻ മുഹമ്മദിൽ നിന്ന് ഞാൻ ഇസ്തിഫാദ ഫായിദ സ്വീകരിച്ചിട്ടുണ്ട്. ഫവായിദ മിനൽ അഹ്കാം, പല ഹുക്കുമുകൾക്കും അദ്ദേഹത്തിന് ഒപ്പം ഒരു ഫഖീഹാണ്. പലതും നിലക്കും എന്ത് ചെയ്തിട്ട് എന്റെ മകനിൽ നിന്ന് അദ്ദേഹം ഉപകാരം എടുത്തിട്ട് അത്രയും ചെറുപ്പത്തിൽ തന്നെ പല നിലക്കും കഴിവ് തെളിയിച്ച വ്യക്തിയാണ് ഷെയ്ഖുൽ ഇസ്ലാം. അദ്ദേഹം പഠിക്കാൻ വേണ്ടി ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട്. മക്കയിലേക്കും മദീനയിലേക്കൊക്കെ പഠിക്കാൻ വേണ്ടി അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട്. ധാരാളക്കണക്കിന് ശുയൂഖുകളെ, പണ്ഡിതന്മാരെ, ഗുരുനാഥന്മാരെ അദ്ദേഹം കാണുകയും അവരിൽ നിന്ന് ഇൽമു സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പല നിലക്കും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, പല ആളുകളിൽ നിന്നും അദ്ദേഹം ഇൽമു സ്വീകരിച്ചതായി കാണാൻ സാധിക്കും. ഷെയ്ഖ് മുഹമ്മദ് ഹയാത്ത് സിന്ധി പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാരിൽ അദ്ദേഹം ഇൽമു സ്വീകരിക്കുകയും അവരുടെ ശിഷ്യന്മാരായി ധാരാളക്കണക്കിന് കാലം അദ്ദേഹം അവരിൽ നിന്നൊക്കെ ഇൽമു സ്വീകരിച്ചതായി കാണാൻ സാധിക്കും. മാത്രമല്ല അദ്ദേഹത്തിന്റെ പഠനത്തിന് ശേഷം ഉലൂമുദ്ദീനിയ മതവിജ്ഞാനം അദ്ദേഹം കരസ്ഥമാക്കിയതിനു ശേഷം അദ്ദേഹം ദഅവത്ത് രംഗത്തേക്ക്, പ്രബോധന രംഗത്തേക്ക് ഇറങ്ങാൻ. അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെ അദ്ദേഹം ഈ നിലക്ക് ദഅവത്ത് ആരംഭിച്ച സമയത്താണ് അദ്ദേഹത്തിനുള്ള പ്രയാസങ്ങളും അതുപോലെ തന്നെ പല നിലക്കും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നത്. അവിടെ ഉണ്ടായിരുന്നതായ ഖുറാഫാത്തുകളും ബിദ്അത്തുകൾക്കെതിരെ ശക്തമായി നിലകൊള്ളുകയും പല നിലക്കും അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നാട് വിട്ട് ദർഇയ എന്ന പ്രദേശത്തേക്ക് പോകേണ്ടി വന്നു. അദ്ദേഹം ഒറ്റക്ക്, ആരും ഇല്ലാതെ ഒറ്റക്കാണ് എന്ത് ചെയ്യുന്നത്, യഥാർത്ഥത്തിൽ ആ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും ആരുടെയും സപ്പോർട്ടില്ലാതെ, സഹകരണം ഇല്ലാതെ സത്യം തുറന്നു പറഞ്ഞപ്പോ എല്ലാവരും അദ്ദേഹത്തെ ആട്ടിയോടിക്കുക. അങ്ങനെ അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് പോവുകയാണ് ദർഇയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ അത് കാണാൻ സാധിക്കും. അങ്ങനെ പിന്നീട് അദ്ദേഹത്തിന്റെ ദഅവത്തിന്റെ മേഖല കണ്ടെത്തിയത് യഥാർത്ഥത്തിൽ പിന്നീട് അദ്ദേഹത്തിന്റെ ദഅവത്തിന് വല്ലാത്ത പ്രചരണം ലഭിച്ചത് അവിടെ ഭരിച്ചിരുന്ന ഭരണാധികാരികൾ, മുഹമ്മദ് ബിൻ സഊദ് എന്ന് പറയുന്ന ഭരണാധികാരിയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം, അദ്ദേഹവുമായി അദ്ദേഹം ബന്ധപ്പെടുകയും അതിനുശേഷം ആ ബന്ധം, ഈ മുഹമ്മദ് ബിൻ സഊദുമായിട്ടുള്ള ബന്ധം തുടങ്ങിയതിനു ശേഷമാണ് യഥാർത്ഥത്തിൽ സൗദി അറേബ്യ മൊത്തം അദ്ദേഹത്തിന്റെ ദഅവത്തിലൂടെ വലിയൊരു തജ്ദീദ്, ഒരു നവോത്ഥാനം അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് മുഹമ്മദ് ബിൻ സഊദുമായി അദ്ദേഹം ബന്ധപ്പെടുന്ന കാര്യം ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അദ്ദേഹം ദർഇയ എന്ന പ്രദേശത്തേക്ക് എത്തുകയും അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇൽമ് അവിടെയുള്ള നാട്ടുകാർക്ക് ബോധ്യപ്പെടുകയും ഇദ്ദേഹത്തെ ഭരണാധികാരിയുമായി ബന്ധിപ്പിക്കണം, അല്ലെങ്കിൽ അദ്ദേഹം ബന്ധം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത് നാട്ടുകാർക്കൊരു താല്പര്യമാവുകയും അതിനുള്ള മാർഗം അവർ കണ്ടെത്തുകയും ചെയ്തു. പക്ഷേ മുഹമ്മദ് ബിൻ സഊദിനോട് നേരിട്ട് ചെന്ന് ഇദ്ദേഹത്തിന്റെ പാണ്ഡിത്യം പറയാനോ അവർക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ, മുഹമ്മദ് ബിൻ സഊദിന്റെ ഭാര്യയോട് ചെന്ന് ആളുകൾ കാര്യം പറഞ്ഞു. ഇദ്ദേഹം മഹാപണ്ഡിതനാണ്, അദ്ദേഹത്തെ പരിചയപ്പെടുത്തി കൊടുത്ത് അങ്ങനെ മുഹമ്മദ് ബിൻ സഊദിന്റെ ഭാര്യയാണ് യഥാർത്ഥത്തിൽ ഷെയ്ഖുൽ ഇസ്ലാമിനെ
ആർക്ക് പറഞ്ഞു കൊടുക്കണം, പരിചയപ്പെടുത്തി കൊടുക്കുന്നത്? മുഹമ്മദ് ബിൻ സഊദിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അദ്ദേഹം അവരുടെ ഭാര്യ മുഹമ്മദ് ബിൻ സഊദിനോട് പറയുന്ന ഒരു വചനം ചരിത്രത്തിൽ കാണാം. വഹാദ റജുൽ സാഖഹു അല്ലാഹു ഇലൈക വഹുവ ഗനീമത്തുൻ ഫഗ്തനിം മാ ഖസ്സകല്ലാഹു ബിഹി മാ ഖസ്സകല്ലാഹു ബിഹി. ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലയാണ് നിങ്ങളിലേക്ക് ആ മനുഷ്യനെ എത്തിച്ചത്. വഹുവ ഗനീമത്തുൻ, അദ്ദേഹം ഒരു ഗനീമത്താണ്. യുദ്ധത്തിൽ കിട്ടുന്ന സ്വത്തിനാണ് ഗനീമത്ത് പറയാം. അദ്ദേഹം ഒരു സ്വത്താണ്. ഫഗ്തനിം മാ ഖസ്സകല്ലാഹു ബിഹി, അല്ലാഹു തആല നിങ്ങൾക്ക് പ്രത്യേകമായി തന്നിട്ടുള്ള ആ ഗനീമത്തിനെ നിങ്ങൾ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് അവരുടെ ഭാര്യ മുഹമ്മദ് ബിൻ സഊദിനോട് പറയാൻ. അങ്ങനെയാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ സഊദും ബന്ധമുണ്ടാകുന്നത് എന്നാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ പിന്നീട് ഈ മുഹമ്മദ് ബിൻ സഊദിന്റെ സഹകരണത്തോടുകൂടി ഭരണകൂടത്തിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് പിന്നെ ഷെയ്ഖുൽ ഇസ്ലാം പിന്നീട് അവിടെ ദഅവത്ത് നടത്തി. ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിക്കുകയും പല നിലക്കും അദ്ദേഹം അവിടെ ദഅവത്ത് വ്യാപകമാക്കി. അങ്ങനെയാണ് സൗദി അറേബ്യയെ ഈ നിലക്ക് നമ്മൾക്ക് സലഫികളുള്ള അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണകൂടമുള്ള ഒരു സ്ഥലം എന്ന നിലക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന സ്ഥലം ഇന്ന് സൗദി തന്നെയല്ലേ ഉള്ളൂ. ആ നിലക്ക് സൗദി ഇങ്ങനെ ആയി മാറാനുള്ള കാരണം യഥാർത്ഥത്തിൽ ഷെയ്ഖുൽ ഇസ്ലാമിന്റെ ഈ പ്രവർത്തനം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അദ്ദേഹത്തിന്റെ ദഅവത്തിൽ മുഴുകുകയും അവസാനം അദ്ദേഹം 1206 അദ്ദേഹം മരണപ്പെടുകയുമാണ് ചെയ്തത്. ഇതാണ് അദ്ദേഹത്തിന്റെ ചെറിയൊരു ചരിത്രം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ ചെറിയ രൂപത്തിൽ പറഞ്ഞു എന്ന് മാത്രം. ഷെയ്ഖുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ധാരാളം കണക്കിന് ഗ്രന്ഥങ്ങളുണ്ട്. അതുപോലെ തന്നെ റിസാലകളുണ്ട്, ചെറിയ ലേഖനങ്ങളും കത്തുകളൊക്കെ അദ്ദേഹത്തിനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് കിതാബു തൗഹീദ്. വളരെയധികം വിപ്ലവം സൃഷ്ടിച്ച, ഒരുപാട് ആളുകൾക്ക് മാറ്റമുണ്ടായ, പല ആളുകളും ശിർക്കിൽ നിന്നും ഖുറാഫാത്തിൽ നിന്നും തൗഹീദിലേക്ക് എത്തിയ, അതിന് മാറ്റമുണ്ടാകാൻ കാരണമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് കിതാബു തൗഹീദ്. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ പ്രസിദ്ധമായത്. അതുപോലെ തന്നെ ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന്റെ കാണാൻ സാധിക്കും. കിതാബു കശ്ഫി ശുബ്ഹാത്ത്, കിതാബു മുഖ്തസരി സാദിൽ മആദ്, കിതാബു അൽ ഖവാഇദുൽ അർബഅ, കിതാബു ഫദ്ലുൽ ഇസ്ലാം, കിതാബുൽ കബായിർ, കിതാബു നസീഹത്തുൽ മുസ്ലിമീൻ, കിതാബു തഫ്സീരിൽ ഫാത്തിഹ, കിതാബു മസായിലിൽ ജാഹിലിയ്യ, കിതാബു സീറ, അൽ ഹദിയുൻ നബവി. കിതാബു സീറ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. അതുപോലെ തന്നെ കിതാബ് ഉസൂലുൽ ഈമാൻ, അതുപോലെ തന്നെ കിതാബ് ശുറൂത്തി സ്വലാ വ അർക്കാനി. ഇങ്ങനെ പല ഗ്രന്ഥങ്ങളും ഇദ്ദേഹത്തിന്റെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് റിസാലകളും പല ഗ്രന്ഥങ്ങളും. ഇത് വളരെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ കൊടുത്തു എന്ന് മാത്രം. ഈ നോട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് പിന്നെ ഇതിന്റെ ഒരു രൂപം, നമ്മൾ വായിക്കുന്ന നോട്ടിന്റെ രൂപം അത് PDF ഫയലായിട്ട് ഇൻഷാ അല്ലാഹ് നമ്മളിലേക്ക് അല്ലെങ്കിൽ അത് എത്തിക്കാൻ ശ്രമിക്കും ഇൻഷാ അല്ലാഹ്. അത് ആ നിലക്ക് എന്ത് ചെയ്യണം, മനസ്സിലാക്കാൻ ഇൻഷാ അല്ലാഹ് ആ അതിന്റെ PDF രൂപം നിങ്ങളിലേക്ക് എത്തും. ഇതാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള ചെറിയ ഒരു ചരിത്രം. നമ്മൾ കിതാബിലേക്ക് അൽ ഉസൂലു സലാത്ത എന്ന ഗ്രന്ഥത്തിന്റെ മത്ന് വായിക്കുകയാണ്. അതിന്റെ ശർഹ് നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. അത് ഷർഹാണ് വായിക്കുന്നത്. അതിൽ പ്രധാനമായി അവലംബിച്ചിട്ടുള്ളത് ഷെയ്ഖ് ഫൗസാന്റെ ഷർഹാണ്. അതുപോലെ തന്നെ ഷെയ്ഖ് ഉസൈമീന്റെ ഷർഹും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു ചില സലഫി പണ്ഡിതന്മാരുടെ ഷർഹുകളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു നോട്ടാണ്. അത് ഇൻഷാ അല്ലാഹ് അതിന്റെ PDF ഫയൽ നിങ്ങളുടെ അടുത്തേക്ക് എത്തും. അത് ഇൻഷാ അല്ലാഹ് രൂപത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത ക്ലാസ്സുകളിൽ എല്ലാവർക്കും എത്തുന്ന രൂപത്തിൽ അതിനുള്ള കാര്യങ്ങൾ സൗകര്യങ്ങൾ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഷെയ്ഖുൽ ഇസ്ലാം തുടങ്ങുന്നത് അൽ ഉസൂലു സലാസ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഈ ഗ്രന്ഥം ആരംഭിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഈ ഗ്രന്ഥം ആരംഭിക്കുന്നത്. ابتدأ المؤلف رحمه الله كتابه بالبسملة اقتداء بكتاب الله واقتداء بالرسل الكرام واقتداء بعلماء السلف الصالح وتيمنا وتبركا بسم الله واستعناسا لحديث كل أمر ذي بال لا يبدأ فيه ببسم الله فهو أبتر.
ഇതിലെ ശർഹ് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇബ്തദ അൽ മുഅല്ലിഫു റഹിമഹുല്ലാഹ്, മുഅല്ലിഫ് റഹിമഹുല്ലാഹ് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കിതാബ് ആരംഭിച്ചിട്ടുള്ളത് ഇബ്തദ അൽ മുഅല്ലിഫു റഹിമഹുല്ലാഹ് കിതാബഹു, അദ്ദേഹത്തിന്റെ പുസ്തകം ആരംഭിച്ചിട്ടുള്ളത് ബിൽ ബസ്മലതി, ബസ്മലത്ത് കൊണ്ടാണ്. ബസ്മലത്ത് കൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം അദ്ദേഹത്തിന്റെ ഗ്രന്ഥം ആരംഭിച്ചിട്ടുള്ളത്. എന്താണ് ബസ്മലത്ത്? ബസ്മലത്ത് എന്ന് പറഞ്ഞാൽ ബിസ്മി ചൊല്ലുക എന്നാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നോ ബിസ്മില്ല എന്ന് പറയുക എന്നാണ് ബസ്മലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിൽ പല കലിമത്തുകളും നമ്മൾ കാണാൻ സാധിക്കും. ഹംദലത്ത്, ഹംദലത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയാം. അതുപോലെ തന്നെ ഹൗഖലത്ത്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയാം. സബ്ഹലത്ത്, സുബ്ഹാനല്ലാഹ് എന്ന് പറയാം. അതുപോലെ തന്നെ സ്വൽഅമത്ത്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ കലിമത്തുകൾ കാണാൻ സാധിക്കും. ഇത്തരം കലിമത്തുകൾ അറബിയിൽ പറയാ കലിമത്തുൻ മൻഹൂത, അല്ലെങ്കിൽ ലഫ്ളുൻ മൻഹൂത് എന്നാ പറയാ. കലിമത്തുൻ മൻഹൂത, മീം നൂൻ ഹാ, മൻഹൂത, ലഫ്ളുൻ അല്ലെങ്കിൽ ലഫ്ളുൻ മൻഹൂത് എന്നാണ് പറയാ. എന്താണ് നഹ്ത് എന്ന് പറഞ്ഞാൽ? കലിമത്തുൻ മൻഹൂത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഈ നഹ്ത് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതിന്റെ നിർവചന പ്രകാരം കാണാൻ സാധിക്കും. ഹുവ അൻ തഖ്തസിറ മിൻ കലിമതൈൻ ഫഅക്തർ കലിമതൻ വാഹിദതൻ ബിഖസ്ദിൽ ഇജാസ്. രണ്ടോ രണ്ടിൽ കൂടുതലുള്ള കലിമത്തിനെ ചുരുക്കലാണ്. കലിമതൻ വാഹിദ, ഒരൊറ്റ കലിമത്തായിട്ട്. ബിഖസ്ദിൽ ഇജാസ്, ചുരുക്കുക, ചെറുതാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക? രണ്ടോ രണ്ടിൽ കൂടുതലുള്ള കലിമത്തിനെ ഒറ്റ കലിമത്തായി മാറ്റുക. അതാണല്ലോ യഥാർത്ഥ ഹംദലത്ത് പറഞ്ഞാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയലാണ്. ഹംദല എന്നാണ് ഫിഅല്, അതിന്റെ മസ്ദർ ഹംദലത്ത് എന്നാണ്. അപ്പോ ആ ഹംദലത്ത് എന്നുള്ളത് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ പിന്നെ രണ്ടിൽ കൂടുതൽ ഉള്ള അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന രണ്ടിൽ കൂടുതലുള്ള ആ കലിമത്തിന് എന്തൊക്കെയാണ്? ഒറ്റ കലിമത്തിൽ ചുരുക്കണം, ഹംദലത്താക്കി ചുരുക്കും. ബസ്മലത്ത് എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാ എന്നാണ്. അപ്പൊ രണ്ടിൽ കൂടുതലുള്ള കലിമത്തിന് എന്താക്കുക? ഒറ്റ കലിമത്തിൽ ചുരുക്കുന്നതിനാണ് എന്ത് പറയാ? നഹ്ത് എന്ന് പറയാം. നഹ്ത്. അത്തരം കലിമത്തുകൾക്കാണ് എന്ത് പറയാ? കലിമത്തുൻ മൻഹൂത്ത് അല്ലെങ്കിൽ ലഫ്ളുൻ മൻഹൂത്ത് എന്ന് പറയാം. ഫഹൗഖലത്ത്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നാണ്. അത് പല കലിമത്തുകളും കൂടിയതാണ്. അതിനൊറ്റ വാക്കിൽ എന്താ പറയാ? ഹൗഖലത്ത്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയലാണ്. ഇത് ഈ കലിമത്തുൻ മൻഹൂത്ത് അല്ലെങ്കിൽ മൻഹൂത്ത അല്ലെങ്കിൽ ലഫ്ളുൻ മൻഹൂത്ത്, ഈ നഹ്ത് എന്നുള്ള വിഷയം നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. അത് പഠിക്കാനുള്ള ഒരു തുടക്കം നിലക്ക് പറഞ്ഞതാ. ഇത് പല നിലക്കുണ്ട്. അന്നഹ്തുൽ വസ്ഫി, അതുപോലെ തന്നെ അന്നഹ്തുൽ ഫിഅലി, അന്നഹ്തുൽ നസബി, ഇങ്ങനെ 2-3 രൂപത്തിൽ അതിനെ വേർതിരിച്ചുകൊണ്ട് ഭാഷാ പണ്ഡിതന്മാർ അതിനെ ചർച്ച ചെയ്തതായി കാണാൻ സാധിക്കും. അപ്പോ രണ്ടിൽ കൂടുതലുള്ള കലിമത്തിന് ഒറ്റ കലിമത്തായി ചുരുക്കുന്നതിനാണ് എന്ത് പറയാ? നഹ്ത് എന്ന് പറയാ. അത്തരം കലിമത്തുകൾക്കാണ് എന്ത് പറയാ? കലിമത്തുൻ മൻഹൂത എന്ന് പറയാം. ഇവിടെ ശൈഖുൽ ഇസ്ലാം തുടങ്ങിയത് ബസ്മലത്ത് കൊണ്ട്. ബസ്മലത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അല്ലെങ്കിൽ ബിസ്മില്ലാ എന്ന് പറയൽ എന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. അപ്പൊ ഷെയ്ഖ് തുടങ്ങിയ ബിസ്മി കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഷെയ്ഖ് ബിസ്മി കൊണ്ട് ആരംഭിക്കാനുള്ള കാരണം? പണ്ഡിതന്മാർ ശർഹ് ചെയ്തെടുത്ത് പല സന്ദർഭങ്ങളിലായി പറഞ്ഞത് ഒരു 5 രൂപത്തിൽ പറഞ്ഞത് കാണാൻ സാധിക്കും. 5 രൂപത്തിൽ പറഞ്ഞത് കാണാൻ സാധിക്കും. ഒന്ന്, ഇഖ്തിദാഅൻ ബികിതാബില്ലാഹ്, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ പിന്തുടർന്നുകൊണ്ട്. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ തുടരാന്ന് പറഞ്ഞതാ വിശുദ്ധ ഖുർആൻ ആരംഭിക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തുടങ്ങിക്കൊണ്ടാണ് സൂറത്തുകൾ സാധാരണ ആരംഭിക്കാറുള്ളത്. അപ്പം ആ വിശുദ്ധ ഖുർആനെ പിന്തുടർന്നുകൊണ്ട്, അതാണ് ഒരു കാരണം. 2, വഖ്തിദാഅൻ ബിർറുസുലിൽ കിറാം, മഹാന്മാരായ പ്രവാചകന്മാരെ പിന്തുടർന്നുകൊണ്ട്. പ്രവാചകന്മാർ അവരുടെ എഴുത്ത് ആരംഭിക്കുമ്പോ
അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലത്തെ മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്കൊക്കെ ഉള്ള ഒരു സുന്നത്താണ്, അവരുടെ ഒരു ചര്യയാണെന്ത്, അവരുടെ എഴുത്താരംഭിക്കുമ്പോൾ ബിസ്മി കൊണ്ട് ആരംഭിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല രാജാക്കന്മാർക്കും കത്ത് എഴുതുമ്പോൾ എന്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതാറുണ്ട്. അതുപോലെ തന്നെ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം സൂറത്തു നംലിലെ 30-ാമത്തെ വചനത്തിൽ കാണാൻ സാധിക്കും, ഇന്നഹു മിൻ സുലൈമാന വഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം എഴുതിയ കത്തുണ്ടല്ലോ, ആ കത്തിന്റെ തുടക്കത്തിൽ എന്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് പ്രവാചകന്മാരുടെ സുന്നത്താണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാജാക്കന്മാർക്ക് കത്ത് എഴുതുന്ന വേളയിൽ ബിസ്മി കൊണ്ട് ആരംഭിക്കാറുണ്ട്. അതാണ് രണ്ടാമത്തെ കാരണം. 2 സലഫു സ്വാലിഹികളായ പണ്ഡിതന്മാരെ പിന്തുടർന്നു. ഷെയ്ഖുൽ ഇസ്ലാമിന്റെ മുമ്പുള്ള പണ്ഡിതന്മാർ, അദ്ദേഹത്തിന്റെ മുൻഗാമികളായ ആളുകളൊക്കെ അവരുടെ ഗ്രന്ഥങ്ങൾ ആരംഭിക്കുമ്പോൾ ബിസ്മി ചൊല്ലാറുണ്ട്. ഉദാഹരണത്തിന് ഷെയ്ഖുൽ ഇസ്ലാം അബുൽ അബ്ബാസ് അഹ്മദ് ഇബ്നു തൈമിയ്യ അൽ ഹർറാനി, അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ തുടങ്ങുമ്പോ ബിസ്മി കൊണ്ടാണ് ആരംഭിച്ചിട്ടുള്ളത്. ലഖീനത്തുൽ വാസിത്തിയ പോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ള എന്താണ് ബിസ്മി കൊണ്ട്. അപ്പൊ മുൻഗാമികളായ ആളുകളെ, സലഫു സ്വാലിഹികളായ ആളുകളെ പിന്തുടർന്നുകൂടെ. അതാണ് മൂന്നാമത്തെ കാര്യം. 4 ബിസ്മില്ലാഹ്, അള്ളാഹുവിന്റെ നാമം. ബിസ്മില്ലാ എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ നാമം കൊണ്ട് ആരംഭിക്കുന്നു, തുടങ്ങുന്നു എന്നൊക്കെയാണല്ലോ. എഴുതുന്നു, വായിക്കുന്നു, അത് സന്ദർഭത്തിനനുസരിച്ച് വായിക്കും, ഇൻഷാ അല്ലാഹ് പറയാം. അപ്പോ യഥാർത്ഥത്തിൽ ഇവിടെ അള്ളാഹുവിന്റെ നാമം കൊണ്ട് ആരംഭിക്കുക എന്നൊരു നല്ല കാര്യമാണ്. അല്ലെങ്കിൽ ഒരു തബറുക്ക്, ഒരു ബറക്കത്തിന് വേണ്ടിയിട്ട് ആ നിലക്ക് ആണ് ബിസ്മി കൊണ്ട് ആരംഭിച്ചത് എന്നാണ് 4-ാമത്തെ ഒരു വ്യാഖ്യാനം കാണുന്നത്. 5-ാമത്തേത് ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസിന്റെ വചനം ഇങ്ങനെയാണ്, കുല്ലു അംരിൻ ദീ ബാലിൻ ലാ യുബ്ദഉ ഫീഹി ബിസ്മില്ലാഹ് ഫഹുവ അബ്തർ. ഈ ഹദീസ് ദുർബലമാണെന്നാണ് പ്രബലമായ അഭിപ്രായം. എന്താണ് ഹദീസിന്റെ അർത്ഥം? കുല്ലു അംരിൻ ദീ ബാൽ, എല്ലാ ഗൗരവപ്പെട്ട കാര്യവും ലാ യുബ്ദഉ ഫീഹി ബിസ്മില്ലാഹ്, അത് ബിസ്മി കൊണ്ടല്ല ആരംഭിക്കുന്നത് എങ്കിൽ ഫഹുവ അബ്തർ, അതിന് തുടർച്ചയില്ല, അത് വാലറ്റതാണ്. ഏതൊരു സീരിയസ് ഗൗരവപ്പെട്ട കാര്യം ആരംഭിക്കുകയും ബിസ്മി കൊണ്ട് ആരംഭിച്ചിട്ടില്ലയോ അതിന് തുടർച്ചയില്ല, അത് വാലറ്റതാണ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഈ ഹദീസിനോട് ഇസ്തിനാസ്, അതിനോടൊരു യോജിപ്പ് പ്രകടിപ്പിക്കുക എന്ന നിലക്ക് എന്ന് പറഞ്ഞാൽ, ഈ ഹദീസ് സ്വഹീഹാണെന്ന നിലക്ക് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് സ്വഹീഹാണെന്ന നിലക്ക് സംസാരിച്ചു. വഈഫായ ഹദീസ് കൊണ്ട് ഒരിക്കലും തെളിവ് പിടിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് വസ്തിദ്ലാലൻ എന്ന് പറയാനത്, ഇസ്തിനാസ് എന്നാ പറഞ്ഞു. മനസ്സിലായില്ലേ? ഈ ഹദീസിന് ചില ആളുകൾ സ്വഹീഹാക്കിയിട്ടുണ്ട് എന്ന നിലക്ക്. അപ്പൊ അതിനോടൊരു ഇണക്കെന്നുള്ള നിലക്ക് ആണ് അത് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ വഈഫായ ഹദീസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തെളിവ് പിടിക്കാൻ പറ്റൂല. ഇങ്ങനെ 5 കാരണങ്ങളാണ് സാധാരണ എന്ത് പറയാറുള്ളത്, ബിസ്മി കൊണ്ട് ആരംഭിക്കുന്നുള്ള കാരണങ്ങൾ പറയാൻ ഷെയ്ഖുൽ ഇസ്ലാമിന്റെ പല ഗ്രന്ഥങ്ങൾക്കും പലരും ശർഹ് ചെയ്തെടുത്ത് ഈ 5 കാരണങ്ങൾ പല സന്ദർഭങ്ങളിലായി പറഞ്ഞത് കാണാൻ സാധിക്കും. ഇതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൊണ്ട് ആരംഭിച്ചു എന്ന ഷെയ്ഖുൽ ഇസ്ലാം, എന്തുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ബിസ്മി കൊണ്ട് ആരംഭിച്ചത് എന്ന് ഇതിനുള്ള വിശദീകരണമാണ്. ഇത് ബിസ്മില്ല എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ നാമം കൊണ്ട്, അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറയുമ്പോ ഇവിടെ ഒരു മഹ്ദൂഫായ ഫിഅൽ, ഒരു ഫിഅൽ കളയപ്പെട്ടിട്ടുണ്ട്. ആ ഫിഅൽ യഥാർത്ഥത്തിൽ എന്താണ്? അതിനെ തഖ്ദീർ ചെയ്യലാണ്. അത് 2 നിലക്ക് ഭാഷാ പണ്ഡിതന്മാർ ചർച്ച ചെയ്തതായി കാണാൻ സാധിക്കും. ബിസ്മില്ല എന്ന് പറയുന്നതിന്റെ മുമ്പാണോ ഫിഅൽ കളയപ്പെട്ടിട്ടുള്ളത്, അതോ ബിസ്മില്ല എന്നതിന് ശേഷമാണോ? 2 നിലക്കും പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ശരിയായതായ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ ബിസ്മില്ല എന്നതിന് ശേഷമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കളഞ്ഞിട്ടുള്ളത്. അപ്പൊ ബിസ്മില്ലാഹി അക്തുബു, ബിസ്മില്ലാഹി ഉസന്നിഫു, ബിസ്മില്ലാഹി അഖ്റഉ എന്ന നിലക്ക് എന്ത് ചെയ്യുക, ബിസ്മിക്ക് ശേഷം
ഒരു ഫിഅലിനെ കളയപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയാറുള്ളത്. അതാണ് ഒരു രൂപം. അപ്പൊ ബിസ്മില്ലാഹി അക്തുബു, ബിസ്മില്ലാഹി ഉസന്നിഫു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ എഴുതുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ രചിക്കുന്നു, അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ രചിക്കുന്നു എന്നാണ്. അതാണ് ഒന്ന്. മറ്റൊന്ന് എന്താണ്? ഫിഅൽ കളയപ്പെട്ടുള്ളത് ബിസ്മില്ലക്ക് മുമ്പാണ്. അപ്പൊ എങ്ങനെ പറയാ? അക്തുബു ബിസ്മില്ല, അക്തുബു ഉസന്നിഫു ബിസ്മില്ല, അഖ്റഉ ബിസ്മില്ല. അത് ഏതാണ് സന്ദർഭം, ആ സന്ദർഭത്തിനനുസരിച്ച് എന്ത് ചെയ്യാം, നമ്മൾക്ക് അത് വായിക്കാവുന്നതാണ്. ഏത് സന്ദർഭത്തിലാണോ അല്ലെങ്കിൽ ഏത് രൂപത്തിലാണോ, ഏതാണോ സാഹചര്യം നമ്മൾ വായിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അക്തുബു ബിസ്മില്ല അല്ലെങ്കിൽ ബിസ്മില്ലാഹി അഖ്റഉ, അഖ്റഉ ബിസ്മില്ല വായിക്കാൻ തുടങ്ങുകയാണെങ്കിൽ. എഴുതാൻ തുടങ്ങിയാണെങ്കിൽ ബിസ്മില്ല എന്ന് പറയുന്ന സങ്കല്പം എന്താ? എഴുതാൻ തുടങ്ങുകയാണെങ്കിൽ അക്തുബു ബിസ്മില്ല അല്ലെങ്കിൽ ബിസ്മില്ലാഹി അക്തുബു. അതുപോലെ തന്നെ നമ്മളൊരു കാര്യം എന്തിനാണ് തുടങ്ങുന്നത്, നമ്മളൊരു വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ ബിസ്മില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർത്ഥം എന്താ? അദ്ഖുലു ബിസ്മില്ല, ബിസ്മില്ല അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ പ്രവേശിക്കുന്നു എന്നാണ്, അല്ലെ? അല്ലെ ബിസ്മില്ലാഹി അദ്ഖുലു. അപ്പൊ ഏതാണോ സന്ദർഭം, ആ സന്ദർഭത്തിനോട് യോജിച്ചതായ ഒരു കാര്യം ഇവിടെ എന്ത് ചെയ്യാ, തഖ്ദീർ ചെയ്തുകൊണ്ടാണ് പറയാറുള്ളത് എന്നാണ്. അപ്പോൾ ഇതാണ് ബിസ്മിയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ബാക്കിയുള്ള കാര്യങ്ങൾ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. ഇനിയും പല കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബിസ്മിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നമുക്ക് പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കാര്യങ്ങൾ കൃത്യമായി പഠിക്കാൻ, തെറ്റുകൂടാതെ പഠിക്കാൻ നമ്മൾ അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഈ നമ്മൾ എടുക്കുന്ന ഭാഗത്തിന്റെ നോട്ട് ഞാൻ പറഞ്ഞു, ഷെയ്ഖ് ഫൗസാന്റെ അതുപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു തൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുള്ളയുടെയും ഗ്രന്ഥത്തിൽ നിന്നാണ് അധികം എടുത്തിട്ടുള്ളത്. അതിന്റെ ഒരു PDF രൂപം ഇൻഷാ അല്ലാഹ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ നോട്ട് അനുസരിച്ച് കൊണ്ടാണ് അതിൽ വായിക്കുന്നത്. അള്ളാഹു തആല കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അതിന്റെ പേരിലുണ്ടാകുന്ന പ്രയാസങ്ങൾ ക്ഷമിക്കുവാനും അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല നമ്മെ എല്ലാം ജന്നാത്തുൽ ഫിർദൗസ് നിർമ്മിച്ചു കൂട്ടുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم آمين برحمتك يا ارحم الراحمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك.